ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനി കടബാധ്യത മൂലവും സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വിവരം. കരിങ്കുന്നത്തെ കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്ന് മാസങ്ങൾക്ക് മുൻപ് ഷൈനി കുടുംബശ്രീ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു. ഭർത്താവ് പൈസ തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നാണ് ഷൈനി പറഞ്ഞത്. വിവാഹമോചന കേസിൽ തീരുമാനമായ ശേഷമേ നോബി പണം തരൂ. സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ലെന്നും ഷൈനി പറയുന്ന ആ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷൈനി 1,26,000 രൂപ തിരിച്ചടയ്ക്കാനുണ്ട് എന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നത്. ഹലോ ഷൈനി, 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? നോബി തരാൻ എന്തെങ്കിലും നടക്കുമോ ചോദിച്ചാൽ നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കഴിയുമ്പോൾ തരാന്നാ പറഞ്ഞത്. പിന്നെ ചെയ്യും നോബി എന്ന് തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പൊ ഒരു നോട്ടീസ് വരോട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ, നിന്റെ ആവശ്യത്തിന് തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ എടുത്തോണ്ട് പോകുന്നല്ലേ പറയൂ. ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതെ, എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗ്ലമാരെത്തത് അടച്ചു തീർക്കും. അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം. അഞ്ജന അനിൽകുമാർ, നോബി പറഞ്ഞിട്ട് കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ അതിന്റെ തിരിച്ചടവിന് പണം തരണമെന്നുണ്ടെങ്കിൽ സമ്മർദ്ദം ഷൈനിക്ക് മേൽ നോബിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുന്ന ശബ്ദമല്ലേ നമ്മളിപ്പോൾ കേട്ടത്? തീർച്ചയായും സുജയ, അങ്ങനെ തന്നെയാണ്. കുടുംബ പ്രശ്നങ്ങൾ കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങളും ഷൈനിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഷൈനി ഒരു ലോൺ എടുത്തിരുന്നു. കരിങ്കുന്നം കുടുംബശ്രീയുടെ ഭാഗമായാണ് ഈ ലോൺ എടുത്തത്. ഈ ലോൺ എടുത്തത് നോബിയുടെ അച്ഛന്റെ ചികിത്സയുടെ ആവശ്യത്തിനായാണ്. അതിനായാണ് ഒരു വലിയ തുക ഈ കരിങ്കുന്നം കുടുംബശ്രീയിൽ നിന്നും ഷൈനി ലോൺ എടുക്കുകയുണ്ടായത്. ഇതിന്റെ തിരിച്ചടവ് നടന്നിട്ടില്ല. ഇതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഒരു പണവും നോബി നൽകിയതുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നോബിയെ വിളിച്ചപ്പോഴെല്ലാം തന്നെ ഷൈനിയോട് വളരെ മോശമായാണ് നോബി പെരുമാറിയത്. ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേന്നും നോബി ഷൈനിയെ വിളിച്ചിരുന്നു. നോബി അപ്പോൾ മദ്യലഹരിയിലായിരുന്നു. ഈ ലോണിന്റെ തിരിച്ചടവിനെ കുറിച്ച് ഷൈനി അപ്പോൾ ചോദിച്ചപ്പോൾ ലോൺ തിരിച്ചടക്കില്ല എന്നാണ് നോബി പറഞ്ഞത്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഷൈനിയെ അലട്ടിയിരുന്നു. അതിനാൽ തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഷൈനി. കുറച്ചു തുക മാത്രമേ ഷൈനിയെ കൊണ്ട് അടയ്ക്കാൻ കഴിഞ്ഞുള്ളൂ. ഇനിയും 1,26,000 രൂപയാണ് തിരിച്ചടയ്ക്കാനുള്ളത്. 2 മാസമായി ഈ പണമടയ്ക്കുന്നത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കരിങ്കുന്നം കുടുംബശ്രീ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഷൈനിയെ വിളിച്ചത്. ഇരുവരും തമ്മിൽ മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ഓഡിയോ സംഭാഷണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും മരണം അത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. അതിലിപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള പണം, നോബിയുടെ കുടുംബത്തിന് വേണ്ടി വായ്പയെടുത്ത പണം തിരിച്ചടയ്ക്കാൻ പോലും നോബിയും കുടുംബവും കൊടുത്തിരുന്നില്ല. അങ്ങനെയും ആ സ്ത്രീയെ അവർ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ ശബ്ദ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നത്.